കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും വിഷയം ജനങ്ങൾ മറക്കില്ലെന്ന് തട്ടിപ്പിനിരയായവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള നീക്കം CPM ആരംഭിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പരാതിക്കാർ രംഗത്ത് എത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിഷയം ചർച്ചയാകുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ വിഷയം ഒന്ന് അവസാനിപ്പിച്ച് പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള രീതിയിലേക്ക് CPM പോകുന്നു. പക്ഷേ അങ്ങനെയൊന്നും മറക്കില്ല. പണം നഷ്ടപ്പെട്ടവന് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക സാനു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രാഖി. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കേട്ടുകേഴ്വിയില്ലാത്ത തട്ടിപ്പ് എന്ന് തന്നെ വേണം നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ EDയുടെ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ അതിനുശേഷം ഈ ED CPMനെയും അതേപോലെ തന്നെ നേതാക്കളെയും വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ സമരമൊക്കെ നടത്തിയതാണ്. എന്തായാലും അതിന് പിന്നാലെ കരുവന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തി സ്ഥിരം സമിതിയെ ഭരണമേൽപ്പിക്കാനായിട്ടുള്ള നീക്കവുമായിട്ട് CPM മാറുകയാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഭരണം നടത്തുന്നത്. 2 മാസം കൂടിയാണ് ഈ കമ്മിറ്റിക്ക് അതിനുള്ള കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി ശേഷിക്കുന്നത്. ഈ കാലാവധി പൂർത്തിയാക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ബാങ്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം തടി തപ്പുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം കൈകഴുകി നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ അടക്കം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പാർട്ടിയുടെ ആവശ്യവും പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്നതും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന് തെരഞ്ഞെടുപ്പ് നടത്തി ഒരു സ്ഥിരം ഭരണസമിതിയെ ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടി യോഗത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു തത്വത്തിലുള്ള ഒരു തീരുമാനം പാർട്ടി തലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതികരണവുമായിട്ട് ഈ പണം നഷ്ടപ്പെട്ടവർ, കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് അത് തിരികെ ലഭിക്കാതെ അവരുടെ ജീവിതം ദുസ്സഹമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഹകാരികൾ വലിയ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും 2 പേരുടെ ജീവൻ, അതായത് കൃത്യസമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് കിട്ടാതെ വന്നതോടെ 2 പേരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ 2 പേരുടെ ജീവനാണ് അവസാനമായിട്ട് ഇതിന്റെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഈ കൊള്ളയിൽ മനംമടുത്ത്, അല്ലെങ്കിൽ ആ കൊള്ളയുടെ ഭാഗവാക്കായി ജീവൻ നഷ്ടപ്പെട്ടത് ഏറ്റവും ലാസ്റ്റ് 2 പേര് കൂടെയുണ്ട്. എന്തായാലും അത്തരത്തിലൊന്നും ഈ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ സാധിക്കില്ല. ജനങ്ങൾ ഇത് മറക്കില്ല എന്നാണ് ഈ തട്ടിപ്പിനിരയായവർ, പണം നഷ്ടപ്പെട്ടവർ പറയുന്നത്. എന്തായാലും ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പരാതി നൽകിയ സജീവൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു, ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ വിഷയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഈ പണം നഷ്ടപ്പെട്ട സഹകാരികൾ അല്ലെ നിക്ഷേപകർ പറയുന്നത്. അതായത് ചികിത്സയ്ക്ക് വേണ്ട പണം പോലും ലഭിക്കാതെ വന്നിരിക്കുന്നു. സ്ഥിര നിക്ഷേപം ഇട്ടവർ, FD ഇട്ടവർ, അവർക്കൊന്നും ഈ പണം ലഭിക്കാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഈ വിഷയത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു സ്ഥിരം ഭരണസമിതി ഏൽപ്പിച്ച് ഒരു ഭാഗത്ത് CPM കൈകഴുകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയൊന്നും ഈ വിഷയം മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹകാരികളും അല്ലെങ്കിൽ ആ തട്ടിപ്പിന് ഇരയായവരും രംഗത്ത് വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യ പ്രതികരണങ്ങളും പരസ്യ പ്രതിഷേധങ്ങൾ അടക്കം ബാങ്കിലേക്ക് അടക്കം ഉണ്ടാകുമെന്നാണ് പണം നഷ്ടപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. രാഖി, സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും വിഷയം ജനങ്ങൾ മറക്കില്ല എന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കം CPM ആരംഭിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിക്കാർ രംഗത്ത് എത്തുന്നത്. പണം പോയവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ മറക്കാൻ സാധിക്കുക? കൈയിട്ട് വാരിയവർക്ക് അതെങ്ങനെയെങ്കിലുമൊക്കെ മറന്ന് പൂഴ്ത്തി വയ്ക്കാം, പക്ഷേ നഷ്ടമായവർക്ക് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.